രണ്ട് രാജാക്കന്മാർ അധ്യായം 5. നാമാനെ സുഖപ്പെടുത്തുന്നു. സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയയ്ക്ക് വിജയം നൽകി. ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയാക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവൾ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായി. അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു. സിറിയ രാജാവ് പറഞ്ഞു, ഉടനെ പോവുക, ഞാൻ ഇസ്രായേലിൽ രാജാവിന് ഒരു കത്ത് തരാം. നാമാൻ 10 താലന്ത് വെള്ളിയും 6000 ഷെക്കൽ സ്വർണവും 10 വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി. അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എൻ്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത്. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു. ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? കണ്ടോ, എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദൈവപുരുഷനായ എലീഷ രാജാവിനെ അറിയിച്ചു. നീ എന്തിനാണ് വസ്ത്രം കീറിയത്? അവൻ എൻ്റെ അടുത്തു വരട്ടെ. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അറിയട്ടെ. നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീഷായുടെ വീട്ടുപടിക്കൽ എത്തി. എലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, എലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ദമാസ്കസിലെ അബാനായും ഫാർപ്പാറും ഇസ്രായേലിലെ നദികളേക്കാൾ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ? അങ്ങനെ അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി. എന്നാൽ ഭൃത്യന്മാർ അടുത്തു ചെന്ന് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങ് അത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു. ശരീരം ശിശുവിൻ്റേതുപോലെയായി. അവൻ ഭൃത്യന്മാരോടൊത്ത് ദൈവപുരുഷന്റെ അടുത്തു തിരിച്ചു ചെന്നു പറഞ്ഞു, ഭൂമിയിൽ ഇസ്രായേലിൻ്റേതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും. എലീഷ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണേ, ഞാൻ സ്വീകരിക്കുകയില്ല. നാമാൻ നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല. അപ്പോൾ നാമാൻ പറഞ്ഞു, സ്വീകരിക്കുകയില്ലെങ്കിൽ 2 കടുത ചുമട് മണ്ണു തരണമെന്ന് ഞാൻ യാചിക്കുന്നു. ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല. കർത്താവ് ഒരു കാര്യത്തിൽ ഈ ദാസനോട് ക്ഷമിക്കട്ടെ. എൻ്റെ യജമാനൻ എൻ്റെ കയ്യിൽ ചാരിക്കൊണ്ട് റിമ്മോൻ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോവുകയും ഞാൻ അവിടെ വണങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് അത് എന്നോട് ക്ഷമിക്കട്ടെ. എലീഷ പറഞ്ഞു, സമാധാനമായി പോവുക. നാമാൻ കുറച്ചു ദൂരം പോയി. അപ്പോൾ ദൈവപുരുഷനായ എലീഷായുടെ ഭൃത്യൻ ഗഹസി ചിന്തിച്ചു, എൻ്റെ യജമാനൻ സിറിയക്കാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. കർത്താവാണേ, ഞാൻ അവൻ്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. ഗഹസി നാമാനെ പിന്തുടർന്നു. പിറകെ ഒരാൾ ഓടി വരുന്നത് കണ്ട് നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി കാര്യം തിരക്കി. അവൻ പറഞ്ഞു, എല്ലാം ശുഭം തന്നെ. എഫ്രായിം മലനാട്ടിൽ നിന്ന് പ്രവാചക ഗണത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളും തന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു. 2 താലന്ത് സ്വീകരിച്ചാലും എന്ന് നാമാൻ അവനെ നിർബന്ധിച്ചു. അവൻ 2 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളും സഞ്ചിയിലാക്കി 2 ഭൃത്യന്മാരുടെ തോളിൽ വെച്ചു കൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് ഗഹസിയുടെ മുൻപേ നടന്നു. മലയിൽ എത്തിയപ്പോൾ അവൻ അത് വാങ്ങി വീട്ടിനുള്ളിൽ വച്ചതിനു ശേഷം ഭൃത്യന്മാരെ തിരിച്ചയച്ചു. അവൻ അകത്ത് തൻ്റെ മുൻപിൽ വന്നപ്പോൾ എലീഷ ചോദിച്ചു,
ഗഹസി, നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. എന്നാൽ എലീഷ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസീദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നോ അത്? നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നുചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീഷായുടെ സന്നിധി വിട്ടുപോയി. 2 രാജാക്കന്മാർ അധ്യായം 6. കോടാലി പൊക്കിയെടുക്കുന്നു. പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം. അവൻ മറുപടി പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു, ദയവായി അങ്ങും ഈ ദാസന്മാരോട് കൂടെ വരണം. വരാം, അവൻ സമ്മതിച്ചു. അവൻ അവരോട് കൂടെ പോയി. അവർ ജോർദാനിലെത്തി മരം മുറിച്ചു. തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ യജമാനനെ, അത് കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചു. എവിടെയാണ് അത് വീണത്? ദൈവപുരുഷൻ ചോദിച്ചു. സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞു. അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു. അതെടുക്കുക, എലീഷ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. സിറിയയെ തോൽപ്പിക്കുന്നു. ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് ഭൃത്യന്മാരുമായി ആലോചിച്ചുറച്ചു. നീ ഇങ്ങോട്ട് കടക്കരുത്, സിറിയക്കാർ അവിടം ആക്രമിക്കാനിരിക്കുകയാണ് എന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശമയച്ചു. ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. ഇങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരുകയില്ലേ? ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ ഇടയിൽ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ എലീഷ ആണ്. പോയി അവനെ കണ്ടുപിടിക്കുക. അവൻ ആജ്ഞാപിച്ചു. ഞാൻ ആളയച്ച് അവനെ പിടിക്കും. അവൻ ദോഥാനിലുണ്ടെന്ന് അവർ അറിയിച്ചു. രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു. അവർ രാത്രി നഗരം വളഞ്ഞു. ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവെ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. എലീഷായ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സിറിയാക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. എലീഷായുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അപ്പോൾ എലീഷ അവരോട് പറഞ്ഞു, വഴി ഇതല്ല, പട്ടണവും ഇതല്ല. എന്നെ അനുഗമിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അവൻ അവരെ സമരിയായിലേക്ക് നയിച്ചു. അവർ സമരിയായിൽ പ്രവേശിച്ച ഉടനെ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവെ, ഇവരുടെ കണ്ണുകൾ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സമരിയായുടെ മധ്യത്തിലാണെന്ന് അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷായോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാൻ ഇവരെ കൊന്നുകളയട്ടെ? അവൻ പറഞ്ഞു, അവരെ കൊല്ലരുത്. നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ലുമോ? അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക. അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനന്റെ അടുത്തേക്ക് പോകട്ടെ. രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി. ഭക്ഷിച്ച് തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുത്തേക്ക് പോയി. സിറിയക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല. കുറെ കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ബൻഹദാദ് സൈന്യം ശേഖരിച്ച് സമരിയ വളഞ്ഞു. അപ്പോൾ സമരിയായിൽ രൂക്ഷമായ ക്ഷാമം ഉണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 8 ഷെക്കൽ വെള്ളിയും 1/4 കാബ് കാട്ടുള്ളിക്ക് 5 ഷെക്കൽ വെള്ളിയും വിലയായിരുന്നു. ഇസ്രായേൽ രാജാവ് കോട്ടമേൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു, പ്രഭോ, രാജാവെ, സഹായിക്കണമേ. അവൻ പറഞ്ഞു, കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? എൻ്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? അവൾ ഉണർത്തിച്ചു,
ഇവൾ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ടുവരിക, ഇന്ന് നമുക്കവനെ ഭക്ഷിക്കാം, നാളെ എൻ്റെ മകനെ ഭക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ചു തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട്, നിന്റെ മകനെ കൊണ്ടുവരിക, നമുക്ക് അവനെ തിന്നാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ചു കളഞ്ഞു. അവൾ ഇത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു. ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ ചാക്കുവസ്ത്രം ധരിച്ചിരിക്കുന്നു. രാജാവ് പറഞ്ഞു, ഷാഫാത്തിന്റെ പുത്രൻ എലീഷായുടെ തല ഇന്നു മുതൽ കഴുത്തിൽ ശേഷിച്ചാൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ. എലീഷ ശ്രേഷ്ഠന്മാരോടൊപ്പം വീട്ടിൽ ഇരിക്കുകയായിരുന്നു. രാജാവ് ഒരുവനെ പറഞ്ഞയച്ചു. അവൻ വന്നെത്തുന്നതിന് മുൻപ് എലീഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ആ കൊലയാളി എൻ്റെ തല ഛേദിക്കാൻ ആളയച്ചിരിക്കുന്നത് കണ്ടോ? ദൂതൻ വരുമ്പോൾ വാതിലടച്ച് അവനെ തടഞ്ഞു നിർത്തുവിൻ. അവൻ്റെ യജമാനന്റെ കാലടി ശബ്ദമല്ലേ പിന്നിൽ കേൾക്കുന്നത്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ രാജാവ് വന്ന് അവനോട് പറഞ്ഞു, ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ്. ഞാൻ ഇനി എന്തിന് കർത്താവിൻ്റെ സഹായം കാത്തിരിക്കണം?